LDF സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിയ പദയാത്രയുടെ സമാപനമാണ് ഇന്ന് ഈ വളപട്ടണത്ത് ഈ ഒരു മഹാസമ്മേളനമായി സമാപിക്കുന്നത്. നമുക്കറിയാം, അഴിമതി, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കേസ്, പിൻവാതിൽ നിയമനം തുടങ്ങി 100 കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കുറ്റപത്രത്തിൽ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാനുണ്ട്. ശരിക്കും ഇതല്ല, ആ പട്ടിക നീണ്ടതാണ്. കഴിഞ്ഞ 5 വർഷമായി ഇടതുപക്ഷത്തിന് എതിരെ നിയമസഭയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാനും KM ഷാജി അടക്കമുള്ള രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിര. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ കണ്ണിൽ ഞങ്ങളെല്ലാം ഒരു കരടായി മാറിയിരിക്കുകയാണ്. എല്ലാ മാർഗവും ഉപയോഗിച്ച് ഞങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കള്ളക്കേസുണ്ടാക്കി, ഞങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഏതൊക്കെ രീതിയിൽ മുഖം നഷ്ടപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പിണറായി വിജയൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഓരോ ശ്രമം നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെയാണ് ആ മുഴുവൻ ചെളിയും വന്ന് വീഴുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അഴിമതിയെക്കുറിച്ചും മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒന്നും ധാരാളം ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ അപകടകരമായിട്ടുള്ള, മാർക്സിസ്റ്റ് പാർട്ടി ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ മാത്രമാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. എനിക്ക് ശേഷം KM ഷാജി നിങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു കാര്യം ഈ മാർക്സിസ്റ്റ് ഫാഷിസ്റ്റ് കൂട്ടായ്മയാണ്. ധാരാളം താരതമ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഫാഷിസ്റ്റ് നാസി പാർട്ടിയിലൂടെ ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുത്ത അഡോൾഫ് ഹിറ്റ്ലറാണ്. അഡോൾഫ് ഹിറ്റ്ലർ എങ്ങനെയാണ് നാസി പാർട്ടിയുടെ തലപ്പത്തെത്തിയത്? നാസി പാർട്ടി അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ടാക്കിയതല്ല. അതിൻ്റെ പ്രാഥമിക രൂപം DAP എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. DAP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് ആൻഡൺ ഡ്രക്സ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമ ഫലമായിട്ടാണ് DAP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നത്. അതിലേക്ക് പിന്നീട് അഡോൾഫ് ഹിറ്റ്ലർ ക്ഷണിക്കപ്പെടുകയും അദ്ദേഹം അതിൻ്റെ അംഗമായി മാറുകയും ചെയ്തു. ആ പാർട്ടി പിന്നെ NSDAP ആയി മാറി. NSDAPയുടെ ചുരുക്കപ്പേരാണ് നാസി പാർട്ടി എന്നുള്ളത്. എന്തായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രത്യേകത? അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആൻറ്റിസെമിറ്റിസം ആയിരുന്നു. ജൂതന്മാരെ കൊന്നൊടുക്കണം എന്ന് പറയുന്ന പ്രസംഗങ്ങൾ ബീർ പാർലറുകളിൽ വെച്ച് നടത്തി അവരുടെ ആരാധന പുരുഷനായി മാറിയ അഡോൾഫ് ഹിറ്റ്ലർ പതുക്കെ നാസി പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നതിന് വേണ്ടി അതേ പാർട്ടിയിലുള്ള എക്കാട്ട് എന്ന് പറയുന്ന മറ്റൊരു ആൻറ്റിസെമിറ്റിക് നേതാവിനെ കൂട്ടുപിടിച്ചിട്ടാണ് ആൻഡോൺ ഡ്രക്സ്ലറെ പുറത്താക്കുന്നത്. ആൻഡോൺ ഡ്രക്സ്ലർ അവസാനം ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായി മാറി. പാർട്ടിയുടെ ഫ്യൂഹർ അഥവാ അതിൻ്റെ
ഏകഛത്രാധിപതിയായ നേതാവായി അഡോൾഫ് ഹിറ്റ്ലർ മാറുകയും പിന്നീട് ആന്റോൺ ഡ്രക്സ്ലർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു. ഇതാണ് ലോക ഫാഷിസത്തിൽ സ്വന്തം ഗുരുനാഥനെ തകർത്ത് ആ കസേര കീഴടക്കിയ അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു നരേന്ദ്രമോദി. അന്ന് BJPയുടെ ഏറ്റവും വലിയ നേതാവ് LK അദ്വാനിയായിരുന്നു. അദ്വാനിയാണ് മുഴുവൻ അധ്വാനം നടത്തിയത്. അദ്ദേഹമാണ് രഥയാത്ര നടത്തിയത്. അദ്ദേഹമാണ് കർസേവ നടത്തി ബാബരി മസ്ജിദ് തകർത്ത് അങ്ങനെ BJPയുടെ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണമായത്. എന്നാൽ ഗുജറാത്തിൽ വംശഹത്യ നടന്നു. കുറെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞു, നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം. LK അദ്വാനി പറഞ്ഞു, സാധ്യമല്ല. അങ്ങനെ നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണയുമായി LK അദ്വാനി വരികയും ആ സ്ഥാനത്ത് തന്നെ ഇരുത്തുകയും ചെയ്തു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഗുരുനാഥനും തൻ്റെ സംരക്ഷകനുമായ LK അദ്വാനിയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. നമ്മളൊരു ചിത്രം കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും കൈകൂപ്പി കൈകൊടുത്തു പോകുന്ന നരേന്ദ്രമോദി LK അദ്വാനിയെ കണ്ടപ്പോൾ മുഖം തിരിച്ചു നിൽക്കുന്നൊരു ചിത്രം. തന്നെ താനാക്കിയ LK അദ്വാനിയെ ഇത്ര പുച്ഛമായി കാണുകയും അദ്ദേഹത്തെ രാഷ്ട്രീയ വൃദ്ധ സദനത്തിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്ത നരേന്ദ്രമോദി ഇന്ത്യയിലെ ഒരു ഫാഷിസ്റ്റ് നേതാവാണ്, അഡോൾഫ് ഹിറ്റ്ലർക്ക് സമാനൻ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതുല്യനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി പക്ഷം നടത്തി. പക്ഷേ ജനങ്ങളുടെ വമ്പിച്ച പിന്തുണയുണ്ടായപ്പോൾ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടി വന്നു. വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. ഭൂരിപക്ഷം നേടിയപ്പോൾ തൻ്റെ സ്വന്തം പാർട്ടി നേതാവായിട്ടുള്ള, പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പിണറായിയേക്കാൾ മുമ്പ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച VS അച്യുതാനന്ദനെ ഭരണപരിഷ്കരണ സമിതിയുടെ ഒരു ചെയർമാൻ പദവി നൽകി മൂലക്കാക്കി. എന്നിട്ട് VS അച്യുതാനന്ദനെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റു. അഡോൾഫ് ഹിറ്റ്ലറും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യമാണ് നമുക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും. സ്വന്തം ജീനിനെ കുറിച്ച് പറയുന്ന ഒരാൾ മാത്രമാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ളത്. എൻ്റെ ജീൻ ശുദ്ധമായിട്ടുള്ള ജീനാണ്, വംശശുദ്ധി സിദ്ധാന്തം, അതാണ് നമ്മൾ ആയുധമാക്കേണ്ടത്. ജൂതന്മാർ എന്ന് പറയുന്നത് ശുദ്ധമായ രക്തമുള്ളവരല്ല, അവരെ കൊന്നൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് ജീനിനെ കുറിച്ച് ലോകത്ത് സംസാരിച്ചിട്ടുള്ള ഒരാൾ അഡോൾഫ് ഹിറ്റ്ലറാണ്. രണ്ടാമത് ജീനിനെ കുറിച്ച് അല്ലെങ്കിൽ ജനിതക മാഹാത്മ്യത്തെ കുറിച്ച്, ജനുസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആൾ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പിൻപറ്റുന്ന പുസ്തകം വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ പുസ്തകമാണ്. ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ പറയുന്നു, 5 കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ രാജ്യസ്നേഹിയായി മാറുകയുള്ളൂ, ഒരാൾ മനുഷ്യനാവുകയുള്ളൂ. 1 റേസ് അഥവാ വംശം, 2 ഭാഷ, 3 മതം, 4 സംസ്കാരം, 5 ദേശം. അങ്ങനെ വംശത്തെക്കുറിച്ച് പറയുകയും ജീനിനെ കുറിച്ച് പറയുകയും ചെയ്ത ഗോൾവാൾക്കറുടെ RSSലൂടെ വളർന്നു വന്ന് ആ ജീനിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി.
മൂന്നാമത്തെ ആള്, ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഞാനും ഷാജിയും ഒരുമിച്ച് നിയമസഭയിൽ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ പ്രസംഗിച്ച് അദ്ദേഹം അവസാനം പറയുകയാണ്, എൻ്റെ ജനുസ് വേറെയാണ്. ആ ജനുസ് വേറെയാണ് എന്ന് പറഞ്ഞാൽ നീഷെ എന്ന് പറയുന്ന വ്യക്തിയുടെ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അത് വിശ്വസിക്കുന്ന മൂന്നാളുകളാണുള്ളത്. ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ നീഷയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആളാണ്. രണ്ടാമത്തത് ഗോൾവാൾക്കറിനെ പിൻപറ്റുന്ന നരേന്ദ്രമോദിയും നീഷയിൽ നിന്ന് സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ അതിമാനുഷ്യൻ എന്ന പദവി അലങ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മൂന്നാമത് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ജനുസിനെ കുറിച്ചും ഞാൻ അതിമാനുഷ്യനാണ്, ഞാൻ വാൾത്തുമ്പിന്റെ മുന്നിലൂടെ നടക്കുന്ന ധൈര്യവാനായ ജനുസിൽപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പിണറായി വിജയനാണെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ഫാഷിസ്റ്റുകൾ തൻ്റെ ശത്രുക്കളെ ഡീഹ്യൂമനൈസ് ചെയ്യും. അതായത് അവർ മനുഷ്യരല്ല, മനുഷ്യരെക്കാൾ താഴെയുള്ള മൃഗമാണ് എന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. അഡോൾഫ് ഹിറ്റ്ലർ എന്നും ജൂതനെ വിളിച്ചിട്ടുള്ളത് പട്ടികൾ എന്നാണ്. അവർ മനുഷ്യരല്ല, സബ് ഹ്യൂമനാണ്, മൃഗത്തിന് തുല്യരാണ് എന്ന് ലോകത്തിൽ മനുഷ്യരെ മൃഗമായി കണ്ടു വിളിച്ചിട്ടുള്ള വ്യക്തി അഡോൾഫ് ഹിറ്റ്ലറാണ്. രണ്ടാമത് എതിരാളിയെ സബ് ഹ്യൂമനായി ഡീഹ്യൂമനൈസ് ചെയ്ത് അവർ മനുഷ്യരല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നരേന്ദ്രമോദിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാറിൻ്റെ അടിയിൽ ഒരു പട്ടി പെട്ടുപോയാൽ അതിൻ്റെ ഒരു ദീനമായ കരച്ചിലുണ്ടല്ലോ, ആ ഒരു വേദനയാണ് എനിക്ക് ഗുജറാത്തിലെ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായത് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ പാർട്ടി BJPയുടെ മറ്റൊരു നേതാവാണ് മുസ്ലിം സമൂഹം ഇവിടെ വൈറസ് ആണ് എന്ന് പറഞ്ഞത്. കർഷകരെ സമരജീവികൾ എന്ന് വിളിച്ചത് അവർ മനുഷ്യരല്ല ജീവികൾ ആണ് എന്ന് പറഞ്ഞതും നരേന്ദ്രമോദിയാണ്. ഡീഹ്യൂമനൈസേഷൻ ചെയ്ത് എതിരാളിയെ ഒരു മൃഗമായി കാണുന്നത് അല്ലെങ്കിൽ അവരെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നത് ഫാഷിസ്റ്റ് ചിന്തയുടെ ഭാഗമാണ്. പിണറായി വിജയനാണ് ഈ രാജ്യത്തെ ക്രിസ്തീയ പാതിരിമാരെ, മതമേലധ്യക്ഷന്മാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് തൻ്റെ എതിരാളിയെ നാറിയെന്നും പരനാറിയെന്നും വിളിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് താൻ കൊന്നൊടുക്കിയവരെ കുലങ്കുത്തികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ മറ്റുള്ളവരെ മനുഷ്യനായി കാണാത്ത, സത്യത്തിൽ നിയമസഭയിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം പോലുമില്ലാതെ KM ഷാജിയോടൊക്കെ സംസാരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനോട് പോലും ഈർഷ്യത്തോടു കൂടി സംസാരിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാത്ത മറ്റൊരാൾ പിണറായി വിജയനാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയും അഡോൾഫ് ഹിറ്റ്ലറും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഴിമതിയേക്കാൾ, സ്വർണ്ണക്കടത്തിനേക്കാൾ, മയക്കുമരുന്നിനേക്കാൾ, പിൻവാതിൽ നിയമനത്തെക്കാൾ ഈ കേരളം ഒരു ഫാഷിസ്റ്റ് ഭരിക്കുന്നു എന്നുള്ള അപകടകരമായ അവസ്ഥയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ടത്. കാരണം ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടില്ല. ഇവരടുത്ത തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ പോകുന്ന തന്ത്രത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അവർ RSSും BJPയുമായുള്ള ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ ഒരു 15 സീറ്റെങ്കിലും BJPക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന
നേതാക്കളിൽ ഒന്നാമതെണ്ണാൻ പറ്റുന്നത് വേറെ ആരുമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ഈ അടുത്ത് മന്ത്രിസഭയിൽ ഒരു തീരുമാനം കേട്ടില്ലേ? ശ്രീ എം എന്ന് പറയുന്ന ഒരാൾക്ക് 4 ഏക്കർ ഭൂമി സൗജന്യമായി യോഗ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി കൊടുത്തു. ആരാണ് ഈ ശ്രീ എം എന്ന് പറയുന്ന ആള്? ഈ രാജ്യത്ത് വീട് വെക്കാൻ ഗതിയില്ലാതെ, തൻ്റെ കുടുംബത്തെ പോറ്റാൻ ഗതിയില്ലാത്ത ഒരാളാണോ ശ്രീ എം? നിങ്ങൾ എപ്പോഴാണ് ശ്രീ എം എന്ന് പറയുന്ന പേര് കേൾക്കാൻ തുടങ്ങിയത്? നമ്മൾ ഈ മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷമാണ് ശ്രീ എം എന്ന് പറയുന്ന പേര് കേൾക്കുന്നത്. ശ്രീ എമ്മും സി എമ്മും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഈ അടുത്തൊരു പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ കാണുന്നത്. RSS ദി മേക്കിംഗ് ഓഫ് എ ഡീപ്പ് നേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ദിനേശ് നാരായണൻ എന്ന് പറയുന്ന എക്കണോമിക് ടൈംസിന്റെ ലേഖകൻ ഒരു ഗ്രന്ഥമായി ഇറക്കിയിട്ടുണ്ട്. RSS ദി മേക്കിംഗ് ഓഫ് എ ഡീപ്പ് നേഷൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഒരു അധ്യായം മുഴുവൻ ശ്രീ എം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. ശ്രീ എമ്മും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം വളരെ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. ശ്രീ എം RSSനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇടയിലുമുള്ള ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1986 മുതലാണ്. 1986 EK നായനാർ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല MLA-മാരും തെരഞ്ഞെടുക്കപ്പെട്ടത് RSS സഹായത്തോടു കൂടിയാണ് എന്ന് ദിനേശ് നാരായണൻ RSS ദി മേക്കിംഗ് ഓഫ് ദി ഡീപ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം. കലാപങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ RSSഉം മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടുത്തെ P. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയും ആ വ്യക്തിയിലൂടെ പിണറായി വിജയനും RSS നേതാക്കന്മാരെ രഹസ്യമായി കണ്ടിരുന്നത് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിലാണ് എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകം ഇതുവരെ നിങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ആ പുസ്തകം എഴുതിയിട്ടുള്ള ദിനേശ് നാരായണനെതിരെ നിങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടില്ലല്ലോ. എന്താണ് നിങ്ങൾ അതിനെതിരെ ഇതുവരെ ഒരു അക്ഷരം പിണറായി വിജയൻ മിണ്ടാത്തത്? ദിനേശ് നാരായണൻ പറയുന്നത് ആരോടും സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന പിണറായി വിജയൻ വാചാലനാകുന്നത് കാണണമെങ്കിൽ RSS നേതാക്കളുടെ മുന്നിൽ അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു എന്ന് നോക്കിയാൽ മതി. ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ RSSകാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹവും വർത്താനവുമാണ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, വിവിധ ഘട്ടങ്ങളിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ വരെ RSSുമായി സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ശ്രീ എം ആണ്. ആ ശ്രീ എമ്മിന് പിന്നെ 4 ഏക്കറല്ല, ചിലപ്പോൾ കടല് വിറ്റ പോലെ സെക്രട്ടേറിയറ്റ് മൊത്തത്തിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന അപകടകാരിയെ നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പല വിജിലൻസും ഞങ്ങളെ തേടി വരും. ആ വിജിലൻസിൻ്റെ ഉമ്മാക്കി കാണിച്ചാൽ പേടിച്ചു മാളത്തിൽ പോയി ഒഴിക്കാൻ അത്ര മോശമായ രക്തമൊന്നുമല്ല ഈ സിരകളിൽ ഒഴുകുന്നത് എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. RSS BJP ബന്ധം, BJP മാർക്സിസ്റ്റ് പാർട്ടി RSS ബന്ധം, ഇതൊക്കെ പകൽ വെളിച്ചം പോലെ പരമാർത്ഥമായ സത്യമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ, പാലക്കാടല്ല പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണിക്കാം, പാലക്കാട് നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച സ്ഥലത്തൊക്കെ BJPക്ക് 500 വോട്ട്, UDFന് 400 വോട്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് 12 വോട്ട്. ബാക്കി വോട്ടെന്താ ആവിയായി പോയോ?
ഇത്രയും നാള് നിങ്ങൾ കെട്ടിപ്പടുത്ത മാർക്സിസ്റ്റ് പാർട്ടി മലമ്പുഴ എന്ന് പറയുന്ന VS ജയിപ്പിച്ച പാലക്കാട്, AK ബാലനെ ജയിപ്പിച്ചെടുത്ത പാലക്കാട് ജില്ല, ധാരാളം MP-മാരെ ലോക്സഭയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി സംഭാവന ചെയ്ത പാലക്കാട് പെട്ടെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഇനിയും കണക്ക് പറയണം. ഇല്ല, കാരണം ഈ ഒരു RSS മാർക്സിസ്റ്റ് ബന്ധത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പൊ പാലക്കാട് നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി? SDPIയുടെ വോട്ട് ആവശ്യമുള്ളിടത്ത് SDPIയുടെ വോട്ട് വാങ്ങും, RSSന്റെ വോട്ട് ആവശ്യമുള്ള സ്ഥലത്ത് RSSന്റെ വോട്ട് വാങ്ങും. ഇനി RSSും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഇനിയും കണക്ക് പറയണം. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. തലശ്ശേരി കലാപത്തെക്കുറിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. തിരുവനന്തപുരത്തെ നിയമസഭാ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്. തലശ്ശേരി കലാപം നടന്നത് മുസ്ലിം ലീഗ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന സമയത്തായിരുന്നു തുടക്കത്തിൽ. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ സാക്ഷിമൊഴികൾ കൊടുത്തവരുടെ കൂട്ടത്തിൽ CPIയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. CPI അന്ന് CPMനെതിരാണ്. CPI നേതാക്കൾ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറയുന്നത്, തലശ്ശേരി കലാപമുണ്ടാക്കാൻ ജനസംഘത്തിനെ മൂപ്പിച്ചത്, ആ കലാപത്തിലേക്ക് അവരെ നയിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നാണ്. അവിടുത്തെ പള്ളികൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് CPM ആണ് എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് ആ മുസ്ലിം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഹിന്ദുക്കളെ നോക്കി തല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ അതിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി ഈ കലാപം ആവശ്യമാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞിരുന്നു എന്ന് മൊഴി കൊടുത്തത് CPI ആണ്. CPI ആ മൊഴി ഇന്ന് മാറ്റി പറയാൻ തയ്യാറുണ്ടോ? വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള മൊഴി ശരിയല്ല എന്ന് കാനം രാജേന്ദ്രൻ ഏതെങ്കിലും ഒരു മൈതാനത്ത് മൈക്ക് കെട്ടി പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനസംഘവും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ ബന്ധത്തിന്റെ പ്രതിഫലനമായിരുന്നു തലശ്ശേരി കലാപം. ഇനി മാറാട് കലാപത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. മാറാട് കലാപം ഉണ്ടാക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള റോൾ എന്താണ് എന്നും അത് ആ കലാപത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്താണെന്നും 3 പേജിൽ മാറാട് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം അവരെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ജനതാ പാർട്ടി രൂപം കൊണ്ടു. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനസംഘം അടക്കമുള്ള പാർട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാക്കിയ പാർട്ടിയാണ് അന്നത്തെ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു വാജ്പേയിയും അദ്വാനിയും ഒക്കെ. വാജ്പേയി അന്നത്തെ മൊറാർജി ദേശായി മന്ത്രിസഭയിൽ അംഗവുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കാസർഗോഡ് ജനസംഘത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ചത് KG മാരാറാണ്. KG മാരാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരുണ്ടായിരുന്നു എന്ന കാര്യം ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? VP സിംഗ് ഗവൺമെന്റ് ഉണ്ടാക്കി.
VP സിംഗ് ഗവൺമെന്റിനെ പിന്താങ്ങിയത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടിയാണ്. LK അദ്വാനി എഴുതിയൊരു പുസ്തകമുണ്ട്, മൈ ലൈഫ് മൈ കൺട്രി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, VP സിംഗിനെ തിരുത്തുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളും ഒരുമിച്ച് വാജ്പേയിയുടെ വീട്ടിൽ നിത്യവും കൂടാറുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാതൽ കഴിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിത്യമായി അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജ്യോതി ബസു. ഇടയ്ക്ക് സന്ദർശകനായി വരാറുള്ള ഒരു നേതാവാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്, ജ്യോതി ബസു, LK അദ്വാനിയുടെയും വാജ്പേയിയുടെയും പാത്രത്തിൽ കൈയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരാണ് EMS നമ്പൂതിരിപ്പാട്. നമ്പൂതിരിപ്പാടാണെങ്കിലും ഇറച്ചി കഴിച്ചത് അവിടെ വെച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകം അത് പാചകം ചെയ്തു കൊടുത്തിരുന്നു. എന്നിട്ട് ഇവർ ഞങ്ങളെ നോക്കി പറയാണ് കോലീബി സഖ്യം, കോലീബി സഖ്യം. രാഹുൽ ഗാന്ധിക്ക് എന്ത് BJP? അദ്ദേഹം BJPയോട് പോരാടുന്ന മനുഷ്യനാണ്. RSSന്റെ മുഖത്ത് നോക്കി നീ ഈ രാജ്യത്തെ വെട്ടിക്കേറുന്നവനാണ് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ ഫാഷിസ്റ്റ് ആയിട്ട് പറയാം. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘി ഷാജി എന്നാണ് ഷാജിനെ വിളിക്കാറുള്ളത്. അതെന്ത് കാരണം എന്നറിയോ? ഇത് തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ നേരെ നമ്മളെ തലയിലേക്ക് കയറുക. ആ സ്വരാജും ആ ഷംഷീറും ഇതൊക്കെ ഇവരുടെയൊക്കെ ഈ കൊണ്ടു നടക്കുന്ന സഞ്ചിയിലുള്ളതിൻ്റെ ഒരു അംശം തലച്ചോറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെട്ടു പോയി. തുറന്ന വിടുവായിത്തേ പറയുള്ളൂ. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ എല്ലാ അവിശുദ്ധ ബന്ധങ്ങളും ഉണ്ടാക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ RSSും അവരും ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്ന്? ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കിയതിൻ്റെ പ്രതിഫലമായിട്ടാണ് ശ്രീ M-ന് 4 ഏക്കർ ഭൂമി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് യോഗ ക്ലാസ് തുടങ്ങാൻ. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേറുന്ന പ്രശ്നം യോഗ നടത്താത്താണല്ലോ. PSC റാങ്ക് ലിസ്റ്റ് അല്ല, ആഴക്കടൽ വിൽക്കലല്ല. ശ്രീ M-ന് യോഗ ക്ലാസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ കേരളം നശിച്ചു പോകും. എന്നിട്ട് തിരിച്ചു വരും എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് RSSന്റെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണോ? പക്ഷേ ഈ RSSനേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ കേരളത്തിൽ അധികമുള്ളത് മതേതര വിശ്വാസികളാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകും. നിങ്ങൾ എല്ലാ വേസ്റ്റും എടുത്തോളൂ. എന്തിനാ SDPIനെ എടുത്തോളൂ, എല്ലാ മതരാഷ്ട്രവാദികളെയും നിങ്ങൾ എടുത്തോളൂ. ഞങ്ങളെടുത്ത് കൂടുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നുള്ളൂ. എല്ലാം നിങ്ങൾ എടുത്തോളൂ. കാരണം ഞങ്ങൾക്കൊന്നും സ്വസ്ഥാവാനുണ്ട്. ഇതൊന്നുമില്ലാത്ത വളരെ ശുദ്ധമായ ഒരു മുന്നണിയായി ഞങ്ങൾക്ക് മത്സരിക്കണം. ഒന്നാമത് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാത്ത കിട്ടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഒരു 100 സീറ്റെങ്കിലും ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. ഒന്നാമത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി എന്ന് പറഞ്ഞ് എണ്ണാൻ പോകുന്നത് അഴീക്കോട് മണ്ഡലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കണ്ണും വെച്ച ആരെങ്കിലും ഇടതുപക്ഷത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച കലം എത്രയും പെട്ടെന്ന് ഇറക്കി വെക്കുന്നതാണ് നല്ലത്. ഇതൊന്നും ആർക്കും വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പിടിച്ചെടുത്തത്. 10 വർഷം മുമ്പ് ഇത് നമ്മുടെ കയ്യിലല്ലായിരുന്നല്ലോ. അന്ന് ഞങ്ങൾ അയച്ച ചുണക്കുട്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. 10 വർഷം പിന്നെ അവർക്ക് ഇവിടെ നിലം തൊടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒക്കെ ഈർഷ്യുണ്ടാവും. ആരൊക്കെ കൊണ്ട് ഇറക്കി നോക്കി? കിണറ്റിൽ വരെ ഇറക്കിയില്ലേ? എന്നിട്ട് രക്ഷപ്പെട്ടോ? നിങ്ങളെ മൊത്തം പൊട്ടക്കിണറ്റിലാക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ RSS മാർക്സിസ്റ്റ് ബന്ധം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഡബിൾ ജാഗ്രത ഈ രാജ്യത്തുള്ള മതേതര വിശ്വാസികൾക്കുണ്ടാകണം. ഇവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിയും
RSSും മാത്രമായി മാറിയാൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കണം എന്ന് പറയുന്ന രണ്ട് രണ്ടാൾക്കാരും ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമാണ്. കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടായാൽ പിന്നെയുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമാണ്. ഉടൻ മാർക്സിസ്റ്റ് പാർട്ടി പറയും നിങ്ങൾക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ, ഒന്നുകിൽ മാർക്സിസ്റ്റ് ആവുക അല്ലെങ്കിൽ BJP ആവുക. BJPയും അതിന് കാത്തിരിക്കുകയാണ്. പിണറായി വിജയന് ഒന്നുകൂടി ഒന്ന് മുഖ്യമന്ത്രിയാവണം. അത് കഴിഞ്ഞാൽ വരാൻ ആരുമില്ല. കാരണം അത് മൂപ്പരുണ്ടാക്കിയിട്ടില്ലല്ലോ. രണ്ടാം നിരയിലുള്ളത് ആരാ? ബുദ്ധി വേണോ തടി വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തടി മതി എന്ന് പറഞ്ഞിട്ടുള്ള EP ജയരാജനല്ലേ ഒന്ന്. CBI സ്ഥിരം കുറ്റിയടിച്ച് താമസിക്കുന്ന ഒരു വീടുണ്ട് ഇവിടെ. കാരണം ഏത് കേസ് വന്നാലും മൂപ്പര് പ്രതിയാ P ജയരാജൻ. പിന്നെ സകല ജഡ്ജിമാരെയും മറ്റുള്ളവരെയും ഒക്കെ തെറി പറയുകയും പാർട്ടി പ്രവർത്തകർക്ക് ക്യാപ്സ്യൂൾ ഗുളിക കൊടുക്കുകയും ചെയ്യുന്ന MV ജയരാജനാണ് മറ്റത്. ഇതിൻ്റെ അപ്പുറം ഒന്നിനും വളർത്തിയിട്ടില്ല. എന്നാൽ പുതിയ ചെറുപ്പക്കാരോ എല്ലാ മന്ദബുദ്ധികളെയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓനെ പാർട്ടിയിൽ നിന്ന് എങ്ങനെങ്കിലും പുറത്താക്കും. കാരണം എന്താ? ഞാനും എൻ്റെ ഭാര്യയും അവളുടെ തട്ടാനും മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന പിണറായി വിജയൻ്റെ ജീവിതാഭിലാഷമാണ് ഒന്നുകൂടി മുഖ്യമന്ത്രി ആവുക. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പിന്നെ BJP വന്നോട്ടെ, ഞാൻ BJPയിലേക്ക് അങ്ങ് പോയാൽ മതിയല്ലോ. ഇതൊന്നും പോയില്ല എന്നാരും വിശ്വസിക്കണ്ട. വിശ്വനാഥ മേനോൻ പോയിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുവന്ന് MLA ആക്കിയിട്ടുള്ള കണ്ണന്താനം പോയിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 2 മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ് കാവി അടിച്ചുകൊണ്ടിരിക്കുക. കാരണം പാർട്ടി ഓഫീസ് തന്നെ അങ്ങ് വിറ്റളഞ്ഞ് അവർ കച്ചവടാക്കി. നിങ്ങളെല്ലാ പ്രവർത്തകരും വരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ പ്രവർത്തകരല്ല, ഞങ്ങൾ ഓഫീസോട് കൂടി വരികയാണെന്നാ. അങ്ങനെ ആ ഓഫീസ് ഇപ്പോൾ കാവി നിറം. ഈ പാവം ഇവര് സഖാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ, ചെഗുവേരൻ്റെ മുഖത്ത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പകരം വരാൻ പോകുന്ന ആരാന്നറിയോ? താമര. നരേന്ദ്രമോദിയുടെ ഫോട്ടോ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ ഇത് വളരെ എളുപ്പമാണ് ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമോ എന്നുള്ളതാണ്. ഈ രാജ്യത്തെ മതേതരത്വം കാത്തു സൂക്ഷിക്കപ്പെടണോ? ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇപ്പൊ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും രണ്ടാക്കുകയാണ്. ലവ് ജിഹാദ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി മുസ്ലിങ്ങൾ മുഴുവൻ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ വലിയൊരു വർഗീയവാദിയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിണറായി വിജയന്റെ തൊട്ട താഴെ ഇരിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയും LDFന്റെ കൺവീനറും ജാഥ നയിക്കുന്നതും ഒക്കെ ഒരാളായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അയാൾ അതിബുദ്ധിമാനായിരിക്കണമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുക്കുന്നു, LDFന്റെ കൺവീനർ സ്ഥാനം കൊടുക്കുന്നു, ജാഥ നയിക്കുമ്പോൾ അതും നിങ്ങൾ നയിക്കൂ എന്ന് പറയണമെങ്കിൽ അതൊരു EMSന്റെ നിലവാരമുള്ള ഒരാളായിരിക്കണമല്ലോ. എന്നാൽ പിണറായി വിജയൻ നോക്കിയത് ഏറ്റവും മണ്ടത്തരം പറയുന്ന ആരാണ് അയാൾക്ക് കൊടുക്കുക, എന്നാലേ ഞാൻ അതിൻ്റെ മുകളിൽ നിൽക്കൂ. മൂപ്പർക്ക് എല്ലാവരും മുകളിൽ നിൽക്കണം. പക്ഷെ നമുക്ക് നല്ലതാണ്. എളുപ്പം മിണ്ടാത്തോണ്ടുള്ള പ്രശ്നങ്ങൾ. അയാൾ ഒന്ന് മിണ്ടിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ 100 എന്നുള്ള ചിലപ്പോൾ 140 സീറ്റ് വരെ ആവാനുള്ള സാധ്യത. അങ്ങനത്തെ വിഡ്ഢിത്തം മാത്രം പറയുന്ന കുറെ ആൾക്കാരെ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടി EMSന്റെ കാലം ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ EMSനെ എല്ലാ തരത്തിലും എതിർക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ആശയപരമായിട്ട് എതിർത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ എന്തുകൊണ്ടാണ് വ്യക്തിപരമായി എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി അപകടകാരിയായതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അഴീക്കോടുള്ള യൂത്ത് ലീഗിൻ്റെ ചുണക്കുട്ടികളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ഈ പദയാത്ര പോയ സ്ഥലത്തൊക്കെ അവർ ഓടുന്ന വഴിക്ക് പുല്ല് പോയിട്ട് ഒന്നും മുളക്കാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണം. അതുകൊണ്ട്
മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഏക വ്രതമായി എടുക്കാനുള്ളത്. അത് ജയിപ്പിച്ച് മെയ് മാസത്തിൽ അഴീക്കോട് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 10,000-ന് മുകളിൽ കടന്നിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത കേൾക്കാൻ ഉള്ള ഭാഗ്യം നമുക്കുണ്ടാകണം. അന്ന് നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും ഇവിടെ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.